ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള കേക്കിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കുതിർത്തെടുക്കണം. അതിനു വേണ്ടി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 മണിക്കൂർ കുതിർത്തെടുത്താൽ മതിയാകും. ഇപ്പൊ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഈ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ തന്നെ കടലപ്പരിപ്പ് പാകത്തിന് വെന്ത് വരും. ഇപ്പൊ ഇതാ ഒരു വിസിലൊക്കെ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് ഇതാ ഇതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഇനി കേക്കിന്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 5 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് വേണ്ടി 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ ഞാനിത് നല്ലപോലെ ഒന്ന് അടിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇത് റെഡിയാക്കാനായിട്ട് ഞാനൊരു കട്ടിയുള്ള പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂം റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കാഷ്യൂം റൈസിൻസും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റി വയ്ക്കാം. ഇനി കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പരന്ന പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് നേരത്തെ കാഷ്യൂം റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്കിന്റെ അടിഭാഗം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു പാൻ അടിയിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. മൂടിയുടെ ഹോള് കൂടി ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 20 മുതൽ 25 മിനിറ്റിനുള്ളിൽ ഇത് റെഡി ആയിട്ട് കിട്ടും. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പൊ തന്നെ ഇതിന്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂം റൈസിൻസും വെച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 25 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി വെക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാണ്. ഡിഷാണ്. സ്വീറ്റ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും